സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലാനൊന്നും വർക്കൗട്ടായില്ല അല്ലേ? എന്താ മോനെ? അയ്യോ, മിണ്ടിപ്പോരുത്. ആന്റി എവിടെ നിന്നേ? ആന്റി എവിടെ പോവാ? ഇതേ ആന്റിക്ക് കൂടെ ഉള്ളതാ. അയ്യോ മോനെ, ഞാൻ നിന്റെ ആന്റിയാ, എന്നെ തല്ലരുത്. ഇനി ഇത്തരം പ്രവൃത്തിയുമായിട്ട് വന്നാ രണ്ടിനെയും വീട്ടിൽ കേട്ടില്ല, ഓർത്തോ? മോനെ, എനിക്കൊന്നും അറിയത്തില്ല. നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഒത്തുചേരുന്നതിനിടയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിനൊക്കെ തോന്നുന്നു ആന്റി? നിങ്ങളുടെ ആശാന്റെ പടക്കം അങ്ങനെ പൊട്ടിയിരുന്നെങ്കിൽ ഈ കുടുംബത്തിനാകെ സങ്കടമാവില്ലായിരുന്നോ? രണ്ടിനും ശരിയാക്കണം. ഇവര് തന്നെ അപകടപ്പെടുത്താൻ ഒരു സൈമനാശാന്റെ കയ്യിൽ നിന്ന് മാരകമായ ബോംബുണ്ടാക്കി പടക്കത്തിനടിയിൽ വെച്ചു. ഇവരുടെ തർക്കത്തിനിടയില് എനിക്കത് മനസ്സിലായി. ഞാനത് വെള്ളത്തിൽ മുക്കി വെച്ചു. അല്ലായിരുന്നെങ്കിൽ പൊട്ടിത്തെറിച്ച് താനും അമ്മ ഇവിടെ വീണാനെ. ഇവരിൽ നിന്നും ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. പക്ഷെ ആന്റി, പൂജയോടെ ഇവൾക്കുള്ള ശത്രുത എനിക്കറിയാം. ആന്റിക്ക് എങ്ങനെ മനസ്സ് വന്നു എന്റെ അമ്മയും കൂടെ ഇതിൽ പെടുത്താൻ? എത്ര ക്രൂര മനസ്സാ നിങ്ങളുടേത്. സ്വന്തം അനുജിത്തെ പോലെയല്ലേ എന്റെ അമ്മ നിങ്ങളെ സ്നേഹിക്കുന്നത്. എന്നിട്ടും നിങ്ങളും അതിന് കൂട്ടുന്നല്ലേ? നീ എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിന്റെ ഒരു പദ്ധതിയും വിജയം കാണാൻ പോകുന്നില്ല എന്റെ അജുവേട്ടൻ കൂടെ ഉള്ളപ്പോ. നീ കൂട്ടി വെച്ചോ, ഒരു കണക്കും തീർക്കാതെ നിന്നെ ഞാൻ വിടില്ല. ഈ ചെയ്യുന്നതിനെല്ലാം ഞാൻ നിന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കും, നോക്കിക്കോ. എന്താ മോനെ? ഏയ് ഒന്നുമില്ലമ്മേ, പുതിയതല്ലേ. ഒന്നുമില്ലമ്മേ. ഇവിടെ നടന്നൊന്നും ആ പാവം അറിയണ്ട. നിങ്ങളൊക്കെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ആ മനസ്സ് തകർന്നു പോവും. എനിക്കത് കാണാൻ വയ്യ. എത്രയും പെട്ടെന്ന് അങ്കിളിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിൽ ജോർജ് കുട്ടി എന്തായി? വിഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാറാ? അടിപൊളിയായിരുന്നു ജോർജ് കുട്ടി. സാറേ എല്ലാം പക്കയായിട്ടുണ്ട്. വിഷ്വലിലൊന്നും ഇനി ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ? ഇല്ല സാറേ, ഞാനിവിടെ ഇരുന്ന എല്ലാം ചെയ്തത്. അവിടെ വർക്ക് ചെയ്ത കക്ഷി അകത്തെ വിഷ്വൽസ് കണ്ടിട്ടില്ല. ഡ്രാമ സ്കൂളിലെ പിള്ളേരുടെ ഷോർട്ട് ഫിലിം എന്നാ പറഞ്ഞത്. അഥവാ എന്തെങ്കിലും വിഷ്വല് കണ്ണിൽപ്പെട്ടാലും ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ, അപ്പോ ഞാനും പൂജയും കൂടെ ഇതൊന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ ഇപ്പൊ സാജന്റെ അടുത്ത് ആരുണ്ട്? അതൊന്നും സാറ് പേടിക്കണ്ട, ഫുൾ വിജിലന്റ്. അവനെ കൃത്യമായി കെട്ടി പുറത്ത് ലോക്ക് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്.
കേസിന്റെ ഭാവി ദാ ഇതിനകത്താ. ഇത് നമ്മളെ രക്ഷിക്കും സാറേ. സർ, പ്രിയ. സർ, ഇതിപ്പോ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം. ഇപ്പൊ തന്നെ അവളെ അറസ്റ്റ് ചെയ്യിക്കണം. ഇത്രയും ക്രൂരത ചെയ്തിട്ട് പാവം അച്ഛനെ ജയിലിലാക്കിയിരിക്കുക അവള്. സാർ എന്താ ആലോചിക്കുന്നേ? പ്രിയ ജയിലിലാകൂന്നുള്ള ടെൻഷനാണോ? സർ, ഇത്രയും കൃത്യമായ തെളിവ് കിട്ടിക്കഴിഞ്ഞു. ഇനി സമയം കളയരുത്. ഇത് കോടതിയിലോ ജയിലിലോ കാണിച്ച് അച്ഛനെ പുറത്തിറക്കണം. ഇയാളൊന്ന് സമാനപ്പെട്. പ്രിയയെ മാത്രമേ താനിതിൽ കണ്ടുള്ളൂ. ദാ നിൽക്കുന്നു മാസ്റ്റർ ബ്രെയിൻ. പ്രിയയുടെ മുഖത്തെ ആ ടെൻഷൻ കണ്ടാൽ അറിയാം അവള് ആരുടെയൊക്കെയോ ഓർഡർ അനുസരിക്കുക. എന്നുവെച്ചാൽ പ്രിയയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നല്ല. പ്രധാന പ്രതി പ്രിയ തന്നെ. പക്ഷേ തുല്യ പ്രാധാന്യമുള്ള ഒരാൾ കൂടി ഇതിലുണ്ട്. ഈ ലേഡി. ഈ വീഡിയോ ആരാണ് എടുത്തതെന്ന് കുറച്ചുകൂടി വ്യക്തമാനുണ്ട്. എന്തുകൊണ്ട് ഈ കമ്മലിട്ട ലേഡിയുടെ മുഖം കൃത്യമായി ക്യാമറയിൽ വന്നില്ല? യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ? അതോ മനഃപൂർവമായിട്ട് തന്നെ അങ്ങനെ ചിത്രീകരിച്ചതാണോ? മനഃപൂർവമാണെങ്കിൽ അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മള് പൂട്ടിയിട്ടിരിക്കുന്ന ഗുണ്ട സാജൻ അറിയായിരിക്കുമല്ലോ. ആ, അറിയാമായിരിക്കണം. പക്ഷേ അവനെ കൊണ്ട് അത് ആരാണെന്ന് പറയിക്കൽ അതൊരു വലിയ ചടങ്ങായിരിക്കും. എന്തായാലും ആ പ്രിയ, അവൾക്ക് ഇതിലൊക്കെ ചെന്ന് പെടാൻ എങ്ങനെയാ സാർ ധൈര്യം വന്നേ? ക്രിമിനൽ മൈൻഡുള്ളവർക്ക് ആ ധൈര്യം കൂടെ തന്നെ ഉണ്ടാവും. പ്രിയ അരുണിമാൻറ്റിയുടെ മോളല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആന്റിക്കുള്ള ഒരു ക്വാളിറ്റി അവൾക്കില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നു അരുണിമാൻറ്റി എന്ന് കേട്ടിട്ടുള്ളത്. അതെ, ഞാൻ ആ ഫയൽ ഒന്ന് എടുക്കട്ടെ. അതെ, പ്രിയയ്ക്ക് ആരോടും യാതൊരു സ്നേഹവും ഇല്ല. എനിക്ക് തോന്നുന്നതേ ആ മധുമിത ആന്റിയെ അവള് ദ്രോഹിക്കുമെന്നാ. അയ്യോ മധു ആന്റി, അയ്യോ ഒന്ന് പിടിച്ചടാ, ഒന്ന് പിടിക്കടാ. അയ്യോ എന്റെ ദൈവമേ, അയ്യോ ഞാനിത് എവിടെയാ? എന്ത് പറ്റി ആന്റി? അയ്യോ പറയാ, മനുഷ്യന്റെ എല്ലാം ഓടിഞ്ഞെന്നാ തോന്നുന്നേ. ആന്റി എങ്ങനെ ഇതിനകത്ത് വന്ന് വീണ? അത് തല ചുറ്റി. എന്തോ തല ചുറ്റിയാടാ മക്കളെ. ഞാൻ ഇവിടെ വന്നപ്പോ
പെട്ടെന്ന് തലയങ്ങ് ചുറ്റി. ആ, correct ഇവിടെ വന്നപ്പോ. ബാലൻസ് പോയി ഇതാ കിടക്കുന്നു. ആ, ഇവിടെ വന്നപ്പോഴല്ലേ? എന്റെ എല്ലാം പോയി. എല്ലിന്റെ കാര്യം പോട്ടാൻറ്റി, പല്ലിന്റെ കാര്യം സൂക്ഷിച്ചോണേ. നീ പല്ലിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. അതൊക്കെ പോട്ടെ. ആന്റി പോട്ടേടാ. അല്ല അങ്ങനെ അങ്ങ് പോയാലോ? ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണം. എന്താ മോളെ? ഞങ്ങൾ ഇവിടെ പറഞ്ഞതിലെ എന്തൊക്കെ ഭാഗം കേട്ടു? എന്താ 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 മനസ്സിലായില്ലേ? കഥകൾ ചെവി ചേർത്ത് വെച്ചിട്ട് മുഴുവൻ കേൾക്കാൻ പറ്റിയോന്ന്. കഥക് ചെവി ചേർത്തുന്നോ? ആര്? മക്കളെ നോക്ക്, മധു ആന്റിക്ക് സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞോ, ആന്റി സഹിക്കും. പഠിപ്പില്ലെന്ന് പറഞ്ഞോ, അതും സഹിക്കും. സമ്പത്തില്ലെന്ന് പറഞ്ഞാലും സഹിക്കും. പക്ഷേ വല്ലവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന ആളെന്ന് മാത്രം പറയരുത്. അത് ആന്റിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പോണു. ഈശ്വര ഭഗവാനെ, എന്തൊക്കെ കേട്ടാലാ ഈ ജീവിതം ഒന്ന് ഒടുങ്ങി കിട്ടുന്നേ. ആന്റി, ഇനി മുതല് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ടിങ്ങി വന്നാ മതി. നമുക്ക് ഡയറക്റ്റ് ചർച്ച ചെയ്യാം. വേണ്ട, ഇതിനൊക്കെ മോളിലിരിക്കുന്ന ആള് ചോദിച്ചോളും. ഭഗവാനെ, ലോകത്തെല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ ഈശ്വരാ. ആന്റി, ആന്റി ഇതുവരെ കേട്ടു? അതായത് അനുക്കുട്ടി നന്ദേട്ടന്റെ മോളല്ല. ഞാനൊന്നും കേട്ടില്ല, ഒന്നുമേ കേട്ടില്ല. പോട്ടെ, രാത്രി യാത്രയില്ല. രാത്രിയിൽ യാത്രയില്ല, പകൽ യാത്രയില്ല, യാത്രയേ ഇല്ല. പോറാർന്നു. സർ, നമ്മളിവിടെ പറഞ്ഞതൊക്കെ ആന്റി കേട്ട് കാണൂ. ഏതുവരെ കേട്ടൂന്നറിയാൻ ഒരു മാർഗമുണ്ട്. എന്താ സർ? അറിഞ്ഞതൊക്കെ ആന്റി ഇപ്പൊ പ്രിയോട് പറയും. ഇപ്പൊ ഡയൽ ചെയ്ത് കാണും. അനുമോളെ, ആന്റി പൊത്തോന്ന് നിലത്ത് വീണു മോളെ. ആ പൂജ അർജുനും കൂടി ആന്റി വീഴ്ത്തി മോളെ. ആന്റി എങ്ങനെ വീഴ്ത്തി? ആന്റി അങ്ങനെ ആർക്കും വീഴ്ത്താൻ പറ്റില്ലല്ലോ. അടിതെറ്റിയ ആനയും വീഴൂന്നല്ലേ മോളെ? അവരുടെ മുറിയില് കുനുകുനാന്ന ശബ്ദം കേട്ടു. ആ മുറിയില് ചാരി നിന്ന് കാത് ചേർത്ത് വെച്ചു. അത്ര ഓർമ്മയുള്ളൂ. പിന്നെ തടുമുടയെന്ന് കിടക്കുന്നു തറയില്. ആണോ? ഞാൻ പുറത്ത് നിൽക്കുന്നെന്ന് മനസ്സിലാക്കി അവൻ കഥ തുറന്നതാ മോളെ. നട്ടല്ലൊക്കെ പൊട്ടിയെന്ന തോന്നണ മോളെ. അവര് അകത്തെന്താ പറഞ്ഞത് ആന്റി? ഞാൻ എത്തുമ്പോ പ്രധാന ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കേട്ട ഒരു ഭാഗം എന്നെ ഞെട്ടിച്ചോളന്നു. എന്താ ആന്റി? മോളുടെ രീതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മോൾ അരുണിമ ചേച്ചിയുടെ മോളല്ലത്ര. മോളെ, അത് കേട്ടപ്പോ ആന്റിയുടെ കൈയും കാലും തളരുന്നത് പോലെ തോന്നി. മോളെ, ഇവള് വേണമെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടാക്കി കോടതിയിൽ വാദിച്ച് സ്ഥാപിക്കും മോള് വേറെ ആരുടെയോ മോളാണെന്ന്. മോളെ ആന്റി, പക്ഷെ മോള് പേടിക്കണ്ട. മധു ആന്റിയെ കൊന്നിട്ടേ അതൊക്കെ നടക്കൂ. അവരുടെ ഓരോ നീക്കവും ആന്റി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് എന്നെ അറിയിക്കണം. ഞാൻ വേണ്ടത് ചെയ്യാം. ഓക്കെ മോളെ. അവൾ ഏതെങ്കിലും കോടീശ്വരന്റെ മോളാണെന്ന് തെളിഞ്ഞാ പിന്നെ കോടി മുണ്ട് 2 പെട്ടെന്ന് തന്നെ കൊടുത്തു വിടണേ. കോടിയുണ്ടോ? ആന്റി എന്തൊക്കെയാ പറയുന്നത്? ഓക്കെ ഓക്കെ, ഞാൻ ഫോൺ വെക്കാണേ. അവിടെ ആന്റിയുടെ അടുത്ത് ആരോ വന്നിട്ടുണ്ട്. വല്ലാത്ത ചൂട് തന്നെ അല്ലേ? കാലാവസ്ഥ മുഴുവനും തെറ്റി. ആന്റി, കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, ആരോടാ? ഞാൻ തുണിക്കട വിളിച്ചതാ. 2 കോടി മുണ്ട് വേണമായിരുന്നു. അല്ല, ആരെ പതിപ്പിക്കാൻ ആന്റി? എന്താടാ? അല്ല, ഈ കോടിമുണ്ടേ പുതപ്പിച്ച് കിടത്താൻ ഉപയോഗിക്കുമല്ലോ, ആരെ പതിപ്പിക്കാനാണെന്ന് ചോദിക്കായിരുന്നു. പണ്ടത്തെ കോമഡി ഇപ്പോഴും പോയിട്ടില്ല.
കേട്ടോ മോളെ, ഭയങ്കര കോമഡി വീരനാ. ജോക്ക് എന്ന് വെച്ചാ എന്റെ പൊന്നോ, ചിരിച്ചിരിച്ച് ചാവും. എപ്പോഴും ഇങ്ങനെയാ. ചാവും. എന്താടാ? ഒന്നുമില്ല. ആ എന്തോ? ഈ വസന്തേട്ടാ ഇപ്പൊ വരാവേ, ഞാൻ പോട്ടെ. ഇതേ കുറച്ച് പഴയ നമ്പർ ആന്റി. ഉത്തരം മുട്ടുമ്പോ ആരോ വിളിക്കുന്ന പോലെ നമ്പർ ഇട്ട് വലിഞ്ഞു കളയുന്നത്. ആന്റിക്ക് ഒന്നിനും അപ്ഡേഷൻ ഇല്ല. എന്തായാലും പോയിട്ട് വാ. വീണ്ടും തമാശ. മനപ്പുറം ഒരു ശക്തിയായിട്ട് തന്നെ അടിച്ചു. സർ, എല്ലാ കാര്യങ്ങളും പ്രിയ അപ്പോഴപ്പോഴും അറിയുന്നുണ്ട്. ആ നല്ലത് തന്നെ. തീയും പുകയും അകത്ത് ചെല്ലുമ്പോ മാളത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് പുറത്ത് ചാടും. അന്നേരം പിടികൂടാൻ എളുപ്പോ. അർജുനും പൂജയും കൂടി എന്നെ കൊടുക്കാൻ പോവാ, ഉറപ്പാ. സ്നേഹസദനത്തിൽ കാണാതായ ഗുണ്ടയെക്കുറിച്ച് അർജുൻ അറിവ് കിട്ടിക്കാണോ? കൊലപാതകത്തിന്റെ എല്ലാ കാര്യങ്ങളും പുറത്താവോ? അങ്ങനെയാണെങ്കിൽ നന്ദഗോപന്റെ അരുണിമയുടെയും യഥാർത്ഥ മകള് ഞാനല്ല, പൂജയാണെന്ന് തിരിച്ചറിയും. ഞാൻ പുറത്താവും, ജയിലിലും ആവും. എന്റെ അടയാളങ്ങളെ ഇവിടെ സൂക്ഷിക്കുന്നൊക്കെ നശിപ്പിക്കണം. ഇതിനെ വലിച്ചു കീറി കത്തിക്കണം. മോളെ, ആഹാ മോളെ, എന്താ മോളെ മോളുടെ ഈ കുഞ്ഞുടുപ്പായിട്ടൊക്കെ എന്തു പറ്റി? എന്താ മോളെ, എന്തു പറ്റി? എനിക്ക് ജീവിതം മതിയായച്ച. എന്താ മോളെ ഈ പറയുന്നത്? സത്യവാച്ച, എന്റെ ജീവിതം അർത്ഥമില്ലാത്ത ജീവിതമായിട്ട് പോവാ. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയരുത്. എനിക്കിത് ഈ കുഞ്ഞു പ്രായത്തിലേക്ക് അങ്ങ് തിരിച്ചു പോയാ മതി. അതിന്റെ ഓർമ്മയ്ക്ക ഞാൻ ഈ ഉടുപ്പ് നോക്കിയിരുന്നത്. മോളെ ഉടുപ്പിക്ക് തന്നെ. ഇല്ല അച്ഛ, ഞാൻ തരില്ല. അതും നോക്കിയിരുന്നു കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ചൊക്കെ മോൾക്ക് ഓർമ്മ വരും. അതുകൊണ്ടാ മോൾക്കിപ്പം വിഷമം വരുന്നേ. ഇതിങ്ങി തന്നേര്. താമോളെ, ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ചിലപ്പോ കോടതിയിൽ ഇത് ഹാജരാക്കേണ്ടി വരും. കോടതിയിൽ കൊടുക്കേണ്ടി വരുമെന്നോ? എന്തിനാച്ചാ എന്റെ ഉടുപ്പ് കോടതി കൊടുക്കുന്നേ? അല്ല, സ്നേഹസദനം കേസില് മോളിപ്പോ സാക്ഷിയാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ഈ തെളിവൊക്കെ ഹാജരാക്കേണ്ടി വന്നാലോ? അല്ല, അച്ഛൻ അതുദ്ദേശിച്ചു പറഞ്ഞതാ. അച്ഛൻ എന്താ ഈ പറഞ്ഞോണ്ട് വരുന്നേ? ഒന്നുമില്ല മോളെ, കോടതിയിൽ ഒരു കേസ് വരുമ്പോ എതിർകക്ഷികളുടെ വക്കീല് പല ചോദ്യങ്ങളും ഉയർത്തും. വേണമെങ്കിൽ മോൾ എന്റെ മോളല്ലാന്ന് വരെ പറയും. തെളിവുകൾ വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു സാഹചര്യം എത്തിയാൽ നമുക്കിത് പ്രസന്റ് ചെയ്യേണ്ടി വരും. അതിനായിട്ടാ. അതുകൊണ്ട് ഇത് അച്ഛൻ സൂക്ഷിച്ചോളാം. മോള് പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എന്റെ ജീവിതത്തിലെ ഒരു അപകടം വരുന്ന എന്റെ സൂചനകൾ കാണുന്നുണ്ടോ? വസന്തേട്ടാ, ഞാൻ വീണു. കുറച്ച് തൈലിട്ടതാ വസന്തേട്ടാ.
ഏറ് വെച്ച് കൊടുത്താണ്ടല്ലോ. അയ്യോ 22 പോയിന്റായി. ഞാൻ പറഞ്ഞു വല്ലതും കേട്ടോ? എന്താണ്? ഞാൻ അവിടെ വീണൂന്ന്. എന്തിനാ മധു വീഴാൻ പോയേ? ഞാൻ മൂത്തൊരു കുത്തു വെച്ചെന്നാണ്ടല്ലോ. ഞാൻ അർജുന്റെ പൂജയുടെ മുറിയിൽ ചെവി വെച്ച് വെക്കുമായിരുന്നു. മനസ്സിലായി. അന്ന് ഞാൻ വീണതുപോലെ വീണല്ലേ? ഇനി നിൽക്കുമ്പോഴേ നമ്മളെ വാതിൽ ഇങ്ങനെ ചാരാതെ നിൽക്കണം. വാതിൽ ചാരുന്നതാ കുഴപ്പം. നിങ്ങളെ എന്ത് പറയാനാ എന്റെ വസന്തേട്ടാ? ഞാനേ ഒളിച്ചു നിൽക്കുന്ന അവരെ കണ്ടുപിടിച്ചു. ഞാൻ അനുക്കുട്ടിക്ക് ഫോൺ ചെയ്യുന്നതും പിടിച്ചു. അത് കൊള്ളാലോ. ഒളിച്ചു നിന്ന് കേൾക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ? ഒറ്റടിയും വെച്ചെന്നാണ്ടല്ലോ. വസന്തേട്ടാ, ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അർജുന്റെയും പൂജയുടെയും ഒരു നോട്ടം നമ്മുടെ പുറകെ കാണും. അത് നേരാ. അതുമല്ല, അവര് സ്നേഹസദനത്തിൽ പോയി വസന്തേട്ടാ, പോലീസ് വേഷത്തിലും. അയ്യോ, പോലീസായിട്ടോ? എനിക്ക് പേടിയാകുന്നു. എനിക്ക് പോലീസിനെ പേടിയാ. വിളിക്കാതെ നമ്മൾ ജാഗ്രത കാണിക്കണം. നോക്കൂ വസന്തേട്ടാ, നമ്മൾ ഒരുപാട് പ്രാവശ്യം അവരുടെ മുന്നിൽ തോറ്റു. പക്ഷെ ഒന്നില്ലെങ്കിലും നമുക്ക് ജയിക്കണം. അത് വേണം മധു, അത് വേണം. ഏതായാലും അനുക്കുട്ടിയായി ആലോചിച്ച് പുതിയ ചില ഐഡിയകൾ ഉണ്ടാക്കണം. ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല സർ. സാറ് പറഞ്ഞല്ലോ, മറക്കാൻ പറ്റാത്ത രാത്രിയായിരിക്കും അന്നത്തെ രാത്രി എന്ന്. സത്യോ, ഒരു സിനിമ കണ്ട പോലെയാ തോന്നുന്നത്. ഓ, എന്തോരം സംഭവങ്ങളാ. സന്തോഷവും വിഷമവും ത്രില്ലും ഒക്കെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ കിട്ടി. അല്ല, വിഷമിപ്പിച്ച സംഭവം എന്താ? തേജ കേസിൽ പ്രിയ ഇത്രയും ഡയറക്റ്റായി ഉൾപ്പെട്ടു എന്നുള്ളത് സത്യത്തിൽ വല്ലാതെ വിഷമം തോന്നുകയാണ് സർ. പ്രിയക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ അതിങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കണ്ടപ്പോ ഞെട്ടിപ്പോയി.